സമസ്ത ജമിയത്തുലമയുടെ 100-ാം വാർഷികം അത് ഈ വരുന്ന 2026 ഫെബ്രുവരി ആദ്യവാരത്തിൽ നടത്തപ്പെടുകയാണെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. കാസർഗോഡിനടുത്ത് കുനിയ എന്ന് പറഞ്ഞ പ്രദേശത്താണ് നടത്തപ്പെടുന്നത്. അപ്പോൾ അത് പരാജയപ്പെടുത്താൻ ആരും ശ്രമിക്കരുത്. ഇതാണ് ദയവായിട്ട് പറയാറുള്ളത്. അത് ഞാൻ പറഞ്ഞ ആര് പരാജയപ്പെടുത്തിയാലും അത് പരാജയപ്പെടൂല. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാർക്കുള്ള ഹിജാബ് ബർക്കത്തുകൊണ്ട് അതിനെ കാത്തുരക്ഷിക്കും. പിന്നെ ആരെങ്കിലും എവിടെന്നെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതിന്റെ തഹയ്യയിലേക്കൊക്കെ ആരെങ്കിലും പിരിവ് കൊടുക്കുന്നത് ഇല്ലാതാകും വേണ്ട. ഈ പിരിവ് കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ എങ്ങനെയായിരുന്നാലും സമസ്തയുള്ള ജമിയത്തുലമയുടെ സമ്മേളനം നടക്കും. അതിനാവശ്യമാവുന്നതായ ചെലവുകളൊക്കെ ജനങ്ങൾ വഹിക്കുകയും ചെയ്യും. അപ്പോ അത് പിരിവ് പിന്നെ കൊടുത്താൽ മതി, പിന്നെ കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടല്ലോ ചിലര്. അതൊക്കെ അപശബ്ദങ്ങളാണ്. അതത് അറിയിക്കണ അവസ്ഥയോട് കൂടി എല്ലാവരും തള്ളിക്കളയും. അപ്പൊ അതുകൊണ്ട് ഈ പിരിവ് ഇവിടെ നടത്തപ്പെട്ട് ഈ പിരിവോട് ഉദ്ദേശിക്കപ്പെടുന്നത് സമസ്ത കേരള ജമിയത്തുലമയുടെ ഭരണഘടനയിൽ പരാമർശിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. പിരിവ് കൊടുക്കണ്ടെന്ന് പറയുകയാണെങ്കിൽ സമസ്ത കേരള ജമിയത്തുലമയുടെ ഭരണഘടനയിൽ പറയപ്പെട്ട ആ കാര്യങ്ങളൊന്നും ഇവിടെ നടത്തണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് നടത്തപ്പെടേണ്ടതാണോ, അത് നടപ്പിലാക്കപ്പെടേണ്ടതാണോ, അതിനു വേണ്ടി പണം ചെലവഴിക്കപ്പെടേണ്ടതാണോ അല്ലേന്നൊക്കെ ജനങ്ങൾ തീരുമാനിക്കണം. അപ്പൊ ഏതായാലും അതിന്റെ ആ തഹയ്യ ആപ്പ് അത് പിരിവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോ മദ്രസകളിൽ നിന്നിട്ടും ഓരോ പള്ളിയിൽ നിന്നിട്ടും ഒക്കെ ബന്ധപ്പെട്ടവര് ഇവിടെ ഈ മദ്രസ പിരിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ഈ പള്ളിയിൽ നിന്ന് പിരിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ സമസ്ത കേരള ജമിയത്തുലമയെ സ്നേഹിക്കുന്നവരുണ്ടാക്കിയ പള്ളി മദ്രസകളൊക്കെയാണ്. അത് മനസ്സിലാക്കണം. ആ സമസ്ത കേരള ജമിയത്തുലമക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ്. അപ്പൊ അതില് ഓരോ ഭരണകർത്താക്കളെ ജനങ്ങൾ തെരഞ്ഞെടുക്കും. ആ ഭരണകർത്താക്കൾ അതിന്റെ യഥാർത്ഥ നിലപാടിൽ കൂടി നിന്ന് പോയിട്ടില്ലെങ്കിൽ ജനങ്ങൾ അത് വേണ്ടതുപോലെ അതിന്റെ സ്ഥാനത്ത് വേറെ കമ്മിറ്റികൾ കൊണ്ടുവരും. അപ്പം ഉസ്താദന്മാരെ പിന്നെ പള്ളിയിൽ നിന്ന് പിരിച്ചുവിടാൻ ശ്രമിക്കാം. ഉസ്താദന്മാരെ എതിരെ വിമർശനങ്ങളോ അല്ലെങ്കിൽ ഭീഷണികളായിട്ട് സമസ്തന്റെ പിരിവ് നടത്താൻ പാടില്ല, അതിന് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അവര് ഇവിടുത്തെ പൗരന്മാരല്ലേ. അവർക്ക് ഒരു സംഘടനയിൽ വിശ്വസിക്കാനും ആ സംഘടന അനുസരിച്ച് പോകാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തില്ലേ. അപ്പൊ സമസ്ത കേരള ജമിയത്തുലമയുടെ മുഫദ്ദിശന്മാര് അല്ലെങ്കിൽ അതിന്റെ മുഅല്ലിമീങ്ങൾ, അതിന്റെ മുദരിസന്മാര്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ സമസ്ത കേരള ജമിയത്തുലമക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ പ്രവർത്തിക്കുമ്പോൾ അതിനെ തടുക്കാനോ അതിന് വല്ല നിരോധം ഏർപ്പെടുത്താനോ അതിനല്ലെങ്കിൽ വല്ല വേലിയെട്ടാനൊന്നും ഈ കേരളത്തിൽ ആർക്കും അധികാരമില്ല. അത് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ധൈര്യത്തോടു കൂടി എല്ലാവരും പ്രവർത്തിക്കാം. അതാണ് മുഅല്ലിമീങ്ങളോട് പറയാനുള്ളത്, മുദരിസന്മാരോട് പറയാനുള്ളത്, ഇവിടുത്തെ കുട്ടികളോട് മുതഅല്ലിമീങ്ങളോട് പറയാനുള്ളത്, സാധാരണക്കാരായ ആളുകളോട് പറയാനുള്ളത്, ഉമറാക്കന്മാരോടൊക്കെ പറയാം, എല്ലാവരോടും പറയാനുള്ളതാണ്. സമസ്ത കേരള ജമിയത്തുലമ അതിന്റെ അടിസ്ഥാനപരമായ നയങ്ങളിൽ നിന്ന് ഇന്നേ വരെ തെറ്റിയിട്ടില്ല. ആ നിലക്ക് തന്നെയാണ് സമസ്ത കേരള ജമിയത്തുലമ നടത്തുന്നത്. സമസ്ത കേരള ജമിയത്തുലമ ഏതെങ്കിലും വ്യക്തികളെ ആക്ഷേപിക്കുകയും ഏതെങ്കിലും സംഘടനകളെ ആക്ഷേപിക്കുന്നു ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഇല്ലാത്ത ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ സമസ്ത കേരള ജമിയത്തുലമയുടെ മേലിൽ വെച്ചു കെട്ടിക്കൊണ്ട് സമസ്ത കേരള ജമിയത്തുലമയെ ചെറുതാക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അബദ്ധമാണ് എന്നാണ് ഈ അവസരത്തിൽ ഉണർത്താറുള്ളത്. സമസ്ത കേരള ജമിയത്തുലമ അത് മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ സ്ഥാപിച്ചതായ ഒരു സംഘടനയാണ് സമസ്ത കേരള. അവരിൽ പ്രമുഖരാണ് മഹാനാവുന്ന ശൈഖുനാ ശംസുൽ ഉലമ